സഹോദരന്മാരെ, പരസ്പര സ്നേഹമൊഴികെ യാതൊരു കടപ്പാടും ആരോടും ഉണ്ടാകരുത്. കൊല്ലരുത്, കക്കരുത്, കാമത്താൽ തെറ്റരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ കൽപ്പനകളും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. ഉണ്ണാൻ കൂടുതലുള്ളവൻ വിശക്കുന്നവനെ മറക്കാതിരിക്കുക. ഉടുക്കാൻ കൂടുതലുള്ളവൻ അതില്ലാത്തവന് കൊടുക്കാൻ തുനിയുക. ഭക്ഷണത്തിലും പാനീയത്തിലുമല്ല, നീതിയിലും സമാധാനത്തിലും, സ്നേഹത്തിലും വിശ്വാസത്തിലും, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലും അത്രേ ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. വിലപിക്കുന്നവരോടൊത്ത് വിലപിക്കുവിൻ, സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുവിൻ. പ്രിയേ, വിശുദ്ധ തോമായുടെ അത്ഭുത കൃത്യങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയാണ് നമ്മെ കൂടുതൽ ആകർഷിച്ചത്. ഗുരുമുഖത്ത് നിന്നും അഭ്യസിച്ചത് അതാണല്ലോ. ശരിയാണ്. മാനവ സമുദായത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി ആത്മത്യാഗം ചെയ്ത യോഗീവര്യൻ. അദ്ദേഹത്തിന്റെ കാലടികൾ പിന്തുടരാൻ നാം ആഗ്രഹിക്കുന്നു. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അതോ ഹൈന്ദവ ധർമ്മത്തിലും പുരാതനമായ മാമൂലുകളിലും മുറുകെ പിടിക്കുന്ന നിന്റെ മാതാപിതാക്കൾ അതിനനുവദിക്കുമോ എന്നാണ് നമ്മുടെ ശങ്ക. ഭാരതത്തിൽ ഒരു വനിതയ്ക്ക് മാതാപിതാക്കളല്ല, ഭർത്താവാണ് കാണപ്പെട്ട ദൈവം. അദ്ദേഹത്തിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുവാൻ അവൾക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. നാം യഥാർത്ഥത്തിൽ സുഹൃതം ചെയ്തവന്. നിന്നെ പോലൊരു പട്ടമഹർഷിയെ ലഭിച്ച ഭാഗ്യവൻ. നമ്മുടെ എല്ലാ അസ്വസ്ഥകളും ഇതാ അവസാനിച്ചു. ആ തോമ പറയുന്നതാണ് മഹാരാജാവിന് ഇപ്പോൾ വേദവാക്യം. ഇന്നുവരെ എന്റെ ഉപദേശങ്ങൾ അദ്ദേഹം അവഗണിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നേക്കാൾ മമത, മറ്റാരേക്കാളും മതിപ്പ് അയാളോടാണ്. അങ്ങിപ്പോഴും മഹാരാജാവിന്റെ ഗുരുവും ഉപദേഷ്ടാവുമല്ലേ? ആ സ്ഥാനം തട്ടിയെടുക്കാനാണ് തോമസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും നടക്കാൻ പോകുന്നില്ല. തോമയുടെ ഞുണുക്ക് വിദ്യകളിൽ മഹാരാജാവ് കുടുങ്ങിയിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കരകരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണം പറയൂ? അവരെ ഇവിടെ നടിച്ചോടിക്കണോ? തല്ലിക്കൊന്ന് കുഴിച്ചുവിടണോ? എന്തിനും ഞങ്ങൾ തയ്യാർ. വരട്ടെ, അല്പം കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എവിടെ പോയിരിക്കുക? എന്തിനാ അറിയുന്നത്? ഓ, അച്ഛൻ പറഞ്ഞയച്ചതായിരിക്കും സ്വാമിയാർ എവിടെയുണ്ടെന്ന് തിരക്കി വരാനല്ലേ? അച്ഛനല്ലെങ്കിലും സ്വാമിയാരോട് വെറുപ്പാ. അത് തന്നെയാ പറഞ്ഞത്. തല്ലിക്കൊല്ലാൻ തക്കം നോക്കി ഇറക്കിയല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്തിനാണോ താൻ ഈ സ്വാമിയാരെ അന്വേഷിച്ച് നടക്കുന്നത്? എനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനായാൽ കൊള്ളാമെന്നുണ്ട്. അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കുമോ? സ്വാമിയാരെ സമ്മതിച്ചാൽ മതി. വേണ്ട കുഞ്ഞ്, നിന്റെ അച്ഛൻ നിന്നെ തല്ലിക്കൊല്ലു. കൊന്നോട്ടെ, എനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനാകണം. അതിന് സ്വാമിയാരിപ്പോ ഇവിടെ ഇല്ലല്ലോ. വരുമ്പോ ഞങ്ങൾ പറയാം. അല്പം വെള്ളം തരാമോ? കൊണ്ടുതരാം. കുഞ്ഞെ, ഇവിടത്തെ വെള്ളം നിനക്ക് കുടിക്കാൻ പറ്റിയതല്ല. നീ കുടിക്കുന്നത് കൊണ്ടല്ല, ഞങ്ങൾ നിനക്ക് തരുന്നതായിരിക്കും മഹാഭാവം. അച്ഛൻ അറിയില്ലെന്നേ, വല്ലാതെ ദാഹിച്ചിട്ടാ. ഓ, എന്നാ ശകലം വെള്ളം കൊടുക്കും. എവിടെ പോയിരുന്നു? എങ്ങും പോയില്ല. എങ്ങും പോയില്ലേ? കള്ളം പറയുന്നു. ആ സ്വാമിയാരുടെ. ഏത് സ്വാമിയാരുടെ? വിശുദ്ധ തോമ. അശുദ്ധ തോമ, നീ എന്തിനവിടെ പോയി? നീ എന്തിനു പോയെന്ന്? നീ അവിടുന്ന് എന്താണ് കുടിച്ചത്? നിന്നോടാണോ ചോദിക്കുന്നത്? എന്താണ് അവിടുന്ന് കുടിച്ചത്? വെള്ളം. അശുദ്ധ വെള്ളം. വേറെ എങ്ങനൊന്നും നിനക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല അല്ലേ? ദാഹിച്ചിട്ടായിരുന്നു. എന്നിട്ട് ദാഹം മാറിയോ? മാറി. എടാ, നിനക്ക് ദാഹിച്ചാൽ പച്ചവെള്ളമല്ല, പാൽപ്പായസം കുടിക്കുന്നുള്ള ഏർപ്പാട് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അയ്യോ, പായസം കുടിച്ചാൽ ദാഹം മാറില്ല, ഏറുകയുള്ളൂ. പാല് കുടിച്ചാലോ? എടാ, ആ പാത്രത്തിലിരിക്കുന്ന പാല് നിനക്കുള്ളതാണ്. പോയിരുന്നു കുടിക്കും. ഇപ്പോൾ എനിക്ക് പാല് വേണ്ട. പാല് എപ്പോ കുടിക്കുന്നതും തിരക്കേടില്ല. നിന്നോടാണ് പറഞ്ഞത് പോയി പാല് കുടിക്കും. എനിക്ക് വേണ്ട. അയ്യോ, ഈ പാലിനെന്താ ഒരു വല്ലാത്ത പൊള്ളൽ, ഒരു വല്ലാത്ത ചുവ. അയ്യോ, വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും. അയ്യോ, എന്റെ വയറ്,
എന്റെ വയറ് കത്തുന്നു. അച്ഛാ, ചതിച്ചു. എന്റെ തല. അയ്യോ. മോനെ, എന്റെ പൊന്നും മോനെ. ആണ്ടവാ. മോനെ. ഇത്ര നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചില്ല. പുരോഹിത ശ്രേഷ്ഠ, അങ്ങയുടെ അഗാധമായ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങ് നമ്മെ സഹായിക്കണം. പക്ഷെ ഒരു കാര്യം നാം പ്രഖ്യാപിക്കുന്നു: ഈ കുറ്റം ചെയ്തത് ആരായാലും ശരി, ഇതിനുള്ള ശിക്ഷയും ഇപ്രകാരം തന്നെ കർശനവും ദുഷ്ടവുമായിരിക്കും. മന്നവ, പറയുന്നതിൽ വേദനയുണ്ട്. ആ തോമയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എന്റെ മകന് വിഷം കൊടുത്തത്. യഥാർത്ഥ തെളിവുകളോടുകൂടിയാണോ അങ്ങ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? ആ തോമയുടെ ശിഷ്യനെ വിളിച്ച് വിചാരണ ചെയ്യാൻ അനുവദിച്ചാൽ അങ്ങക്കിത് ബോധ്യമാകും. നമുക്ക് ആക്ഷേപമില്ല. ശിഷ്യനെ ഹാജരാക്കൂ. സത്യം ബോധിപ്പിക്കണം. ഇന്ന് രാവിലെ എന്റെ മകൻ നിങ്ങളുടെ സങ്കേതത്തിൽ വന്നിരുന്നുവോ? വന്നിരുന്നു. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവരെ സൽക്കരിച്ചുവോ? ദാഹിച്ചപ്പോൾ അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് കുടിച്ച് വീട്ടിലെത്തേണ്ട താമസം അവൻ മരിച്ചു വീണു. അറിഞ്ഞു. കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ എന്തോ തകരാറുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ അപകടം സംഭവിച്ചത്. അതിനുശേഷം യാതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംശയിക്കാവുന്നതാണ്. വീട്ടിൽ വന്നെത്തേണ്ട താമസം മൈനി താഴെ വീണവൻ. അതിനിടയ്ക്ക് എന്ത് കഴിക്കാനാണ് അവൻ? അത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഗുരുവായ തോമയുടെ നിർദ്ദേശപ്രകാരം കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ വിഷം കലർത്തി. അയ്യോ, ഞങ്ങളുടെ സ്വാമിയാര് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു നിർദ്ദേശവും തന്നിട്ടില്ല. ഞങ്ങൾ വിഷം കലർത്തിയിട്ടുമില്ല. അങ്ങയുടെ മകനെ കൊല്ലുന്നുകൊണ്ട് തോമ്പായ്ക്കുള്ള നേട്ടം? മതയാന മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നത് ആ മാംസം അതിന് ഭക്ഷിക്കാനാണോ? ഒരു രസം. എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ എന്റെ മകനെയാണ് അവർ ഉപയോഗിച്ചത്. അങ്ങയുടെ വൈരാഗ്യമോ? എന്തിന്? മഹാരാജാവ് വരെ അയാളുടെ കൊട്ടുന്ന താളത്തിന് തുള്ളാൻ നിൽക്കുന്നു. എന്നിട്ടും എന്നെ കിട്ടാത്തതിലുള്ള വൈരാഗ്യം. പുരോഹിത ശ്രേഷ്ഠ, അങ്ങയുടെ ധാരണ വെച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കുന്നു. ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു സംശയം കൂടി തീർത്തു തന്നാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നിങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ സമീപം വരികയും സ്വല്പം വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു. ആ സൗകര്യം ഉപയോഗിച്ച് അവന് സ്വല്പം വിഷം കൊടുത്താൽ ആ കുറ്റം ഞങ്ങളുടെ തലയിൽ ചുമത്താൻ എളുപ്പമാണെന്ന് കരുതി ഏതെങ്കിലും വിദ്വാൻ അങ്ങനെ ചെയ്തതാണെന്ന് വന്നുകൂടി. വരാം. ആ ബുദ്ധിമാൻ താങ്കളാണെന്ന് ഞാൻ പറയുന്നു. ഹൃദയശൂന്യന്മാരെ അങ്ങനെ പറയൂ. സ്വന്തം മകന് വിഷം കൊടുക്കാൻ ഒരച്ഛനും മനസ്സ് വരികയില്ല. മകൻ അനുസരണയില്ലാത്തവനായാൽ, എന്നാലും അവൻ ശത്രുചേരിയിലേക്ക് ചേരുമെന്ന് വിശ്വാസം വന്നാൽ, എന്നാലും ഇങ്ങനെ അങ്ങ് തീർത്തു പറഞ്ഞാൽ സത്യം അങ്ങയുടെ പുത്രനോട് തന്നെ ചോദിച്ചറിയേണ്ടതായി വരും. ചത്തവനോട് ചോദിച്ചറിയാൻ പോവുകയാണ്. നടന്നത് തന്നെ. ആ ധൈര്യമാണല്ലോ ഈ കടുങ്കൈ ചെയ്യാൻ അങ്ങയെ പ്രേരിപ്പിച്ചത്. പുത്രനെ കൊന്നാലും വേണ്ടില്ല, തോമയെ തുരത്തണം. നിങ്ങളുടെ ധിക്കാരം കുറെ കൂടി പോകുന്നുണ്ട്. അങ്ങയുടെ ധിക്കാരത്തിനുള്ള മറുപടി അങ്ങയുടെ പുത്രനെ കൊണ്ടുതന്നെ പറയിപ്പിക്കാം. കുഞ്ഞെ, പറയൂ, നീ എങ്ങനെയാണ് മരിച്ചത്? അങ്ങയെ കൊല്ലുന്നതിനായി വിഷം കലർത്തി വെച്ചിരുന്ന പാൽ എന്റെ അച്ഛൻ എന്നോട് കുടിക്കുവാൻ പറഞ്ഞു. ഞാനത് കുടിച്ചു. കുഞ്ഞെ, നിനക്കിനിയും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടും. വേണ്ട, എനിക്ക് നീ നശിച്ച ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. നല്ലത്. നിനക്ക് സ്വർഗരാജ്യം ലഭിക്കുമാറാകട്ടെ. നിർത്തൂ. കേവലം നിസ്സാരമായ ഒരു പ്രതികാരത്തിന് വേണ്ടി സ്വന്തം പുത്രനെ വധിച്ച നിഷ്ഠൂര, നികൃഷ്ട, നിങ്ങൾ എന്റെ ഗുരുനാഥനായി പോയി എന്നുള്ളത് തന്നെ എനിക്ക് ലജ്ജാകരമാണ്. മന്ന, ഞാൻ സമാധാനം ആവശ്യപ്പെട്ടില്ല. ഈ ക്രൂരകൃത്യത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ മരണദണ്ഡനയാണെങ്കിൽ പോലും എന്റെ ഗുരുനാഥൻ എന്ന ഗ്രഹപ്പഴ ഞാൻ പേറിക്കൊണ്ട്
നിങ്ങളെ ഞാൻ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. മേലാൽ എന്റെ അരമനയിൽ കണ്ടുപോകരുത്. ശത്രുക്കൾ ധാരാളമുണ്ട്. അവരോട് പ്രതികാരം ചോദിക്കാനില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗം അങ്ങ് കണ്ടുപിടിച്ചേ വെക്കൂ. എവിടെ പോയി ഒളിച്ചിരുന്നാലും എന്നെ അയച്ചവൻ വിളിക്കുമ്പോൾ പോയേ വെക്കൂ. അതുവരെ ആരെന്ത് വിചാരിച്ചാലും എന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ സമാധാനത്തിനു വേണ്ടി അവിടുന്ന് ഈ അപേക്ഷ സ്വീകരിക്കുന്നു. ഇനിയും ഒരു രക്ഷാമാർഗം കണ്ടുപിടിക്കാൻ അമാന്തിക്കരുത്. ചിന്നമലയിൽ നിന്നും പെരിയ മലയിലേക്ക് ഒരു ഗൂഢമാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ ചൊല്ലി നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിരിക്കും. നിങ്ങളന്ന് ഏറ്റ കാര്യം നിർവഹിക്കാൻ സമയമായിരിക്കുകയാണ്. എന്റെ എല്ലാവിധ നാശത്തിനും കാരണക്കാരൻ അവനൊരുത്തനാണ്. അവൻ ഇനിയും വെച്ചിരുന്നാൽ ഈ ചോറ് കുറെ ഉണ്ടവരാ ഞങ്ങൾ. അങ്ങേക്ക് ദോഷം വരുന്ന ഒന്നും നീണ്ടു നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കഴിയുന്നതും വേഗം. പക്ഷെ സൂക്ഷിക്കണം. മഹാരാജാവ് വരെ ഇന്നവന്റെ കൈക്കുഞ്ഞാണ്. ഒരു കൃമികീടം പോലും അറിയാതെ ആ കാര്യം ഞങ്ങളേറ്റു.
Mm-hmm.